പൗലോസിന്റെ ഒരു ചെറിയ പ്രാർത്ഥന. ചെറിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വിഷയം ചെറുതല്ല, വിഷയം വലുതാ, പക്ഷെ പ്രാർത്ഥന ചെറുതാ. ഞാനും നിങ്ങളും ചിലപ്പോൾ വിഷയം ചെറുതായിരിക്കും, പക്ഷെ പ്രാർത്ഥന വലുതാ. ചിലരൊക്കെ യാതൊരു വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവരുണ്ട്. ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളിൽ ഇറക്കത്തി പോകും പോലെ. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് അത് ഇഷ്ടപ്പെട്ടിട്ടല്ല, ഒരു സിഗ്നൽ തരിക. ഇനിയിപ്പം മിക്കവാറും മൈക്ക് ഓഫ് ആക്കും. ദൈവദാസന്മാർ നടത്തിപ്പുകാർ ഒരു വിഷയം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് കേട്ട് ഒത്തിരി പരത്തരുത്. പരത്തുന്നത് വീട്ടിലിരുന്ന് 2-3 മണിക്കൂർ ഇരുന്ന് അങ്ങ് പോരാടി പ്രാർത്ഥിക്കണം. പൊതുസഭ കൂടുമ്പോൾ ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയം ശ്രദ്ധിച്ച് കേട്ട് ആ വിഷയത്തിനനുസരിച്ച് ചുരുക്കമായി സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ മിക്കവരും അത് അനുഷ്ഠിക്കുന്നുണ്ട് എങ്കിലും ഒന്നുകൂടെ ഒന്ന് പറയുക. നമ്മൾ വേറൊരു സദസ്സ് ചെന്നാൽ നമ്മളെ ആരും ആക്ഷേപം ഉന്നയിക്കരുത്. പണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഈ സ്ഥലമാറ്റത്തിൻ്റെ സമയത്ത് ചില സെൻറ്ററിലോട്ട് ചിലരെ വിടുമ്പം അവർ ചോദിക്കും ഏത് സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പറയും പത്തനാപുരം സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. അപ്പം പിന്നെ ഒന്നും ചോദിക്കുകയല്ല, അങ്ങ് എടുക്കും. കാരണം പത്തനാപുരത്തെ സെൻട്രൽ പാസ്റ്റർ മൺമറഞ്ഞ ആദരണീയ കർത്തദാസൻ EC ജോർജ് അവറുകളാണ്. ആ സെൻറ്ററിലുള്ള ശുശ്രൂഷകന്മാരെ നല്ല പരുവത്തിനാക്കിയ പുള്ളി പണിത് വെച്ചേക്കുന്നത്. അവരേത് സഭയുടെ ചാർജ് ഇരുന്നാലും ഒരപാകത വരികയല്ല. അത്രയ്ക്ക് ചിട്ടയും നിഷ്ഠയും ക്രമവും ചിട്ടയില പത്തനാപുരം സെൻറ്റർ പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ ചുമതല അദ്ദേഹത്തിൻ്റെ മകൻ ആദരണീയ കർത്തദാസൻ സാം ജോർജ് അവറുകളാണ്. അപ്പൻ്റെ ശിക്ഷണം വളരെ ശ്രേഷ്ഠമാണ്. പണ്ടൊരു യോഗത്തിന് 90 വയസ്സ് കഴിഞ്ഞവരെല്ലാം കൂടെ വിളിച്ചൊന്ന് ഒരു സ്തോത്ര പ്രാർത്ഥന ആദരിക്കുന്നു 90 കഴിഞ്ഞവരെ. അപ്പോൾ ഈ കർത്തദാസനും കൊണ്ട് വേറെയും ദൈവദാസന്മാർ പലരുണ്ട്. അപ്പം അന്നത്തെ അധ്യക്ഷൻ ഒടുവിൽ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ EC അപ്പച്ചൻ പ്രാർത്ഥിക്കും. അപ്പോൾ അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, പ്രാർത്ഥിച്ചില്ല, മൈക്കിൻ്റെ മുന്നിൽ നിന്ന് വെച്ച് പറഞ്ഞു, എൻ്റെ പേര് EC അപ്പച്ചൻ എന്നല്ല, പാസ്റ്റർ EC ജോർജ്. ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. അപ്പം നടത്തിപ്പുകാരൻ പറഞ്ഞു, സോറി ബഹുമാനപ്പെട്ട പാസ്റ്റർ EC ജോർജ് ഇപ്പോൾ പ്രാർത്ഥിക്കും. ഇരിക്കാൻ പറഞ്ഞ് അപ്പച്ചൻ പ്രാർത്ഥിച്ചു. ഇതായിരുന്നു അപ്പച്ചൻ. മനസ്സിലായോ? എന്നെ മനസ്സിലാകാൻ അത്രക്ക് നല്ല തിറവുള്ള ആളായിരുന്നു. അദ്ദേഹത്തെ പറ്റി ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഞാൻ ആദ്യോടന്തം പോയി സംബന്ധിച്ചു. പാസ്റ്റർ MB വർഗീസ് അവർകളാ ഒടുവിലത്തെ കുഴിമാടത്തിലെ ശുശ്രൂഷകൾ ചെയ്തത് വളരെ ശ്രേഷ്ഠമായിരുന്നു. അപ്പം അന്ന് പത്തനാപുരം സെൻറ്ററിൽ നിന്ന് ഒരു ദൈവദാസൻ വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല. കാരണം നല്ല പരുവത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടുന്നത് എന്ന് പറഞ്ഞതുപോലെ അത്ര ഒന്നും ഒത്തില്ലെങ്കിലും തിരുവല്ല ഹെബ്രോൻ ചർച്ചിൽ കൂടുന്ന വിശ്വാസിയാന്ന് പറയുമ്പോൾ പിന്നെ അവരൊന്നും പറയിപ്പിക്കരുത്. എൻ്റെ ചിട്ടയിലായിരിക്കണം ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ നേരത്തെ ചില കാര്യങ്ങളൊക്കെ പഠിച്ചും ശീലിച്ചും വെച്ചിട്ടുണ്ട്, അതൊന്നും ഇവിടെ ഇറക്കരുത്. നമ്മൾ നല്ല രീതിയിൽ എല്ലാവരും പോകണം. സാക്ഷിക്ക് എഴുന്നേൽക്കുമ്പോൾ പണ്ടൊക്കെ ഇവിടെ അധികം ഇല്ല, തരികയല്ല. ഇന്ന് ഹാലേലൂയ എന്ന് പറഞ്ഞ് കറങ്ങുമൊന്നും ചെയ്യരുത്. ഹാലേലൂയ അത്ര ഒന്നും നീട്ടുകയൊന്നും വേണ്ട. വിഷയം പെട്ടെന്ന് പറയുക, ഇരിക്കുക. ചുമ്മാ കറങ്ങുകയും മെനക്കേടുണ്ടാക്കുകയും വിഷയം കിട്ടാതെ വരുമ്പോൾ മറുഭാഷ പറയുകയും അതൊന്നും ഇവിടെ എറിക്കുകയല്ല, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ്. അപ്പം ഇതെല്ലാം നല്ല സന്ദർഭോചിതമായിട്ടായിരിക്കണം. അപ്പോൾ ഒരു വിഷയം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ അത് പരത്തരുത്, പ്രാർത്ഥിക്കാം ആ വിഷയം. പിന്നെ ഏറെ സമയം വീട്ടിലിരിക്കുമ്പോൾ പോരാടി പ്രാർത്ഥിക്കണം. സ്തോത്രം അത് ശീലിച്ചെടുക്കണം. നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ, പലർക്കും ശീലിക്കണം.
ഞാൻ കൂടെ പറയാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ അഭിനന്ദിക്കുന്നു. സ്റ്റേജിൽ അവസരം കിട്ടുമ്പോൾ കൂടെ അനീഷ് കാവാലോ എന്ന് പറയുമൊന്നും വേണ്ട. ഏറെക്കുറെ ആൾക്കാർക്ക് അറിയുകയും ചെയ്യാം, എനിക്കും അറിയാം ഞാൻ ഇന്ന ആളാന്ന്. കൂടെ ഇട്ട് കളത്തുവൊന്നും വേണ്ട. അവസരം തരുമ്പോൾ വരിക, വാക്യം വായിക്കുക. ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും നന്ദി. ഒക്കുന്നെങ്കിൽ ഓൺലൈനിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ട് അവർക്കും നന്ദി. വാക്യം വായിച്ചു കാര്യം പറഞ്ഞേക്കണം. കർത്താവിൻ്റെ വലിയൊരു ദാസൻ ഒന്നും വേണ്ട. അത് പിണങ്ങി പറഞ്ഞിട്ടല്ല, ഇത് കൂടെ പറയുമ്പോഴൊക്കെ അസ്വസ്ഥതയാണ്. ഒന്നാണ് ഞാനിവിടെ അങ്ങേയറ്റം പോയാൽ 10 മിനിറ്റാണ് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് കളത്തിയാലോ കിട്ടുന്ന അവസരം അങ്ങ് പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ തട്ടി വിട്ടോണം ഉള്ളത് ഊത. ഇതെല്ലാം ഇവിടുന്ന് നമ്മൾ ശീലിച്ച് പോകണം. അതുപോലെ ദൈവദാസന്മാര് വിഷയങ്ങൾ പറയുമ്പോൾ അതും മുമ്പേ പറഞ്ഞ പോലെ ഒത്തിരി പരത്തരുത്. ഉദാഹരണം, തങ്കച്ചായനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പൊ പ്രാർത്ഥിക്കേണ്ട ആൾ ആ വിഷയം നന്നായിട്ട് പ്രാർത്ഥിക്കണ്ട. ഇത് നമ്മൾ അതാദ്യം അങ്ങ് പറഞ്ഞ തങ്കച്ചാന് വേണ്ടി പ്രാർത്ഥിക്കാം. തങ്കച്ചാൻ 50 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു, അമ്മാമ്മയ്ക്ക് ഏതാണ്ട് 50 അടുക്കുന്നു, ആമേൻ 2 മക്കളുണ്ട്, ഹല്ലേലൂയ. മോനിപ്പോൾ വിദേശത്തായിരിക്കുന്നു, അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നിരുന്നാലും ഇതൊന്നും പറയണ്ട. തങ്കച്ചായനും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് ഉദാഹരണമായി പറഞ്ഞത്. സ്തോത്രം. അപ്പൊ ഇവിടെ പൗലോസ് തന്റെ ഒരു ചെറിയ പ്രാർത്ഥനയാണ്. പൗലോസ് ദീർഘമായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പൗലോസിന്റെ ദീർഘമേറിയ പ്രാർത്ഥനയാണല്ലോ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ 19 വരെയും 3-ാം അധ്യായത്തിന്റെ 14 മുതൽ 19 വരെയും. അത് ദീർഘമേറിയ പ്രാർത്ഥന. ഇവിടെ തെസലോനിക്ക ലേഖനത്തിൽ പൗലോസിന്റെ ചെറിയ ഒരു പ്രാർത്ഥന ചെറുതാന്നേലും വിഷയം വലുതാ. ഈ ചില വിഷയത്തിന് വേണ്ടി എൻ്റെ ഭാഷയാ വലിച്ചു വാരി ഒന്നും പ്രാർത്ഥിക്കണ്ട. നീ ചുരുക്കം 2 വാക്ക് പറഞ്ഞാൽ മതി, സ്വർഗം അത് മുദ്ര വെക്കും. ചിലർ ഓർക്കുന്ന വലിച്ചു വാരി പ്രാർത്ഥിച്ച് കോള് കൊള്ളിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് കുറെ വാക്യങ്ങളെല്ലാം അങ്ങോട്ട്, അത് തെറ്റാന്നല്ല, അതെല്ലാം കൂടെ പ്രാർത്ഥിച്ചിടയ്ക്ക് ഒരു മറുഭാഷ, ഒരു കൊടച്ചിലും. അത് നമുക്ക് ആകമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. നമുക്ക് അതിനുള്ള ആകമുണ്ട്. ചില വിഷയത്തിന്റെ മുൻപാകെ നിങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങി, കുടുംബ പ്രശ്നമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, സാമ്പത്തിക വിഷയമായിരിക്കാം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന വിഷയമാകാം, രോഗപീഠയുടെ വിഷയമാകാം, മറ്റ് പ്രതിസന്ധികൾ എന്തുമാകാം, ഇതെല്ലാം ചിന്തിച്ച് വ്യാകുലപ്പെട്ട് ചിലപ്പോൾ ദീർഘശ്വാസമായിരിക്കും വിടുന്നത്. അത് സ്വർഗം കേൾക്കും. ദാവീദ് പറഞ്ഞൊരു ഭാഗമുണ്ട്, എന്റെ ഞരക്കത്തിന്റെ ശബ്ദം യഹോവ കേട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ വിഷയത്തിന്റെ മുമ്പാകെ ഞരങ്ങി ഭാരപ്പെട്ട് അതെല്ലാം കൂടെ ചിന്തിച്ചേച്ച് ഒരു ദീർഘശ്വാസമായിരിക്കും വിടുന്നത്. ഉദാഹരണം, അടുക്കളയെ പെരുമാറിക്കൊണ്ടിരുന്നപ്പോൾ കുടുംബകാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യവും എല്ലാം ഇങ്ങനെ ചിന്തിക്കുക, തോരൻ അരിയുക, ഇതെല്ലാം ഇങ്ങനെ ചിന്തിക്കുക. ഫീസിൻ്റെ കാര്യം എന്തോ ആയി, കറണ്ട് ബില്ല് വന്ന് കിടക്കുന്നു, ആ പാലുകാരനാന്ന് ഇന്നലെ വന്ന് വെച്ച് പോയി, പത്രക്കാരൻ ഒരാഴ്ചയായിട്ട് വന്ന് വിളിക്കുക, മിണ്ടാതെ അകത്തിരിക്കുക. വിഷയങ്ങളെ ആശുപത്രി പോകേണ്ടതുണ്ട്, ഇനി പോയിട്ടും കാര്യമൊന്നുമില്ല, ഇത് പല ചിന്തകൾ. ഇതെല്ലാം ചിന്തിച്ച് എങ്ങനെയാ കർത്താവ്, എങ്ങനെയാ നീ തോരൻ അരിഞ്ഞോടിക്കുമ്പോൾ ഇതെല്ലാം ചിന്തിച്ച് ചില സഹോദരിമാർ, ചില പ്രിയപ്പെട്ടവർ, അതാ ദീർഘശ്വാസം, അത് ദൈവം കേൾക്കും. പിന്നെ ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരങ്ങൾ നേരിടും, നേരത്തു താങ്ങിടും, സാരമില്ലെന്നോതിടൂ. ഭാരങ്ങൾ നേരിടും, നേരത്തു താങ്ങിടും, സാരമില്ലെന്നോതിടൂ. കൈകളിൽ താങ്ങിടും, ഭാരങ്ങൾ നീക്കിടും, ആശ്വാസമായി നമ്മെ നടത്തിയിടുമേ. കൈകളിൽ താങ്ങിടും, ഭാരങ്ങൾ നീക്കിടും,
ആശ്വാസമായി നമ്മെ നടത്തിയിടുമേ. ഒരുങ്ങിടാം പ്രിയരെ മോദമായി, പ്രിയന്റെ ശബ്ദം ഒരുങ്ങിടാം പ്രിയരെ മോദമായി, പ്രിയന്റെ ശബ്ദം കേൾക്കാറാ. പോയിടാം വേഗത്തിൽ വാണിടാൻ നാൾക്ക് നാൾ, മോദമായി പാടിടാമേ. ഓ പോയിടാം വേഗത്തിൽ വാണിടാൻ നാൾക്ക് നാൾ, മോദമായി പാർത്തിടാമേ. ഓ നാം ഒന്നായി കൂടിടാം, മുൻപോട്ടു പോയിടാം, ക്രിസ്തുവിനായി ജയ് വിളിച്ചിടുവാൻ. നാം ഒന്നായി കൂടിടാം, മുൻപോട്ടു പോയിടാം, ക്രിസ്തുവിനായി ജയ് വിളിച്ചിടുവാൻ. ഒരുങ്ങിടാം പ്രിയരെ മോദമായി, പ്രിയന്റെ ശബ്ദം കേൾക്കാറായി. ഒരുങ്ങിടാം പ്രിയരെ മോദമായി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, നമ്മുടെ ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെയും ചില വിഷയത്തിൽ ഭവനത്തിൽ നിന്ന് ഞരങ്ങിയായി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയും ചില വിഷയത്തിൽ ഞരങ്ങിയിരിക്കുക. നിന്റെ ഞരക്കത്തിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ വിഷയങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം തരും. ദൈവം വിശ്വസ്തൻ. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഓർപ്പിച്ചതിന്റെ സാരാംശം, പൊതുസഭ കൂടുമ്പോൾ ചുരുക്കമായി സന്ദർഭോചിതമായി പ്രാർത്ഥിക്കണം. വീട്ടിലിരിക്കുമ്പോൾ മണിക്കൂറുകൾ പോരാടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? അല്ലാതെ ഇവിടെ അവസരം തരുമ്പോൾ മുഴുവൻ നെല്ലിക്കായ ചാക്കത്തിനെ കുത്തഴിക്കും പോലെ ചാക്ക നെല്ലിക്കായും കൊണ്ടുവരുമ്പോൾ കുത്തന്നഴിച്ച് തിരുണ്ട് പോവുക. അത് പാടില്ല. വളരെ സൂക്ഷിച്ച് പരിജ്ഞാനത്തോടെ വേണം. നിങ്ങൾ ഒരു 95% ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ 1-2 പേര് അതിനായത് പൊതുവെ പറയാനുള്ളത്. സ്തോത്രം. ഇപ്പം നിങ്ങൾ അന്ത്യത്താഴത്തിന് ശിഷ്യന്മാർ ചൊല്ല, ഞാനാന്നോ കർത്താവ്, ഞാനാന്നോ കർത്താവ്. അത് കർത്താവ് പറഞ്ഞല്ലോ എന്നോട് കൂടെ. എനിക്കറിയാം. വളരെ ശ്രദ്ധിക്കണം. എന്തിനാന്ന് ചോദിച്ചാൽ വേറൊരു സ്ഥലത്ത് എന്ന് നിങ്ങൾക്കൊരു ക്ഷീണം വരരുത്. അതിനാ ഇവിടെ നല്ല മിടുക്കരായിട്ട് ഇറങ്ങണം. അതെ, പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധേയമായ പ്രാർത്ഥന. ഈ ഭാഗത്ത് 2 വിഷയത്തിനാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, തെസ്സലോനിക്യ വിശ്വാസികളുടെ മുഖം ഒന്ന് കാണണം. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? നിങ്ങളുടെ മുഖം ഒന്ന് കാണണം. 2, ഇവരുടെ വിശ്വാസത്തിന്റെ കുറവ് ഒന്ന് പരിഹരിക്കണം. 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഇവരുടെ മുഖം കാണണം. നമ്മുടെ മുഖം വേറൊരാള് കാണുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷവും ആവേശവും പ്രത്യാശയും ഉണ്ടാകണം. ആ പരുവത്തിനായിരിക്കണം നമ്മൾ നമ്മുടെ മുഖവും. ഇത് യോഗത്തിന് വന്നിരിക്കുന്നത് ദശമൂലാരിഷ്ടം കഴിച്ച പോലെ. മനസ്സിലായോ? ചിലക്ക് അരിഷ്ടം കഴിക്കുമ്പോൾ കണ്ടില്ലേ, പൊന്നുമോന്തയിലോട്ട് നോക്കിയാൽ ഒന്നും മിണ്ടാൻ നമുക്ക് തോന്നുകയില്ല. നല്ല പ്രസന്ന വദനരായിരിക്കണം. പുരുഷലക്ഷണത്തെ പറ്റി പണ്ട് കവി ഒരു പദം പറഞ്ഞു, പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിലും
മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോത്തമൻ. അതാ പുരുഷോത്തമൻ. പ്രസാദം വദനത്തിങ്കൽ. പ്രസാദം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നല്ല പ്രസന്നവദനരായിട്ട് വേണം അവരെ സ്വീകരിക്കാൻ. അല്ലാതെ കടന്നൽ കുത്തിയതുപോലെ വീട്ടിൽ വരുമ്പോൾ പുലിക്ക കടന്നല് കുത്തി മോന്തയ്ക്ക്. അങ്ങനെയൊന്നും അല്ല. നല്ല പ്രസന്ന ഞെരുക്കം കാണും, ബുദ്ധിമുട്ടൊക്കെ കാണും. അതൊക്കെ ദൈവം തീർക്കും. അല്ല, സന്തോഷത്തോടെ വേണം. അയ്യോ എന്തുകൊണ്ട് വിശേഷം, വന്നാട്ടെ, കയറി വന്നാട്ടെ, വാ, എന്തുകൊണ്ട് വിശേഷം, വാ വാ ഇരിക്കും. ഓടിച്ചെന്ന് ഇച്ചിരി ചൂടുവെള്ളം അല്ലേ, സാധാ വെള്ളം, ആദ്യം അത്. അതൊക്കെ അല്ലേ എൻ്റെ മര്യാദ. അല്ലാതെ ആരെങ്കിലും വന്ന ഉടനെ കട്ടം മാറ്റി നോക്കി വെച്ച് അടി കയറി പാത്തിരിക്കുക. അടി പിള്ളേരുടെ ഇപ്പം അങ്ങനത്തെ ഗ്ലാസ്സും ഒക്കെ അങ്ങനെ വീട് പണിയുമ്പോൾ അങ്ങനെ കറുത്ത ഗ്ലാസ് വെളിയിൽ നിൽക്കുന്നവർക്ക് കാണത്തുമില്ല, നമുക്ക് നന്നായിട്ട് കണ്ടാ. ഞാൻ തമാശ പറഞ്ഞതല്ല, പിള്ളേരെ പഠിപ്പിക്കാം. പപ്പ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേ, ഉടനെ അവൻ ഇല്ലെന്ന് പറയാനോ, അതവര് കേട്ടു. സ്തോത്രം. ആട്ടെ, പ്രസാദം വദനത്തിങ്കൽ. നല്ല പ്രസാദമായിരിക്കണം. കറുപ്പും വെളുപ്പും അല്ല വിഷയം, അതല്ല വിഷയം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കറുപ്പാന്നേലും ഇരുനിറമാന്നേലും വെളുപ്പാന്നേലും ഏത് പ്രകൃതി അത് ദൈവം തരുന്നതല്ലേ. ഏത് പ്രകൃതി നല്ല മുഖപ്രസാദമായിരിക്കണം. പ്രസാദം വദനത്തിങ്കൽ. ഈ ചിലരുടെ പ്രകൃതി വീട്ടിൽ അവർ ഉടക്കുണ്ടാക്കുന്നത് വരുന്നവരോട് കാണിക്കും. അവർ ഭാര്യയും ഭർത്താവും കൂടെ അഭിപ്രായ വ്യത്യാസം, അല്ലെ അപ്പനും മക്കളും കൂടെ അഭിപ്രായ വ്യത്യാസം, അമ്മയും മക്കളോട് അഭിപ്രായം. വെളിയിൽ നിന്ന് വരുന്ന അമ്മാമ്മ എന്നാ ഉണ്ട് വിശേഷം, ആ നമ്മൾ അച്ചായൻ എന്തിയേ, ആ ശ്രദ്ധിച്ചേ. ചിലരെ അത് പാടില്ല. വീട്ടിൽ വരുന്നവരോടും നമ്മളോട് ഇടപെടുന്നവരോടും ഒക്കെ നല്ല പ്രസന്നവദനരായിട്ട് നിൽക്കണം. പ്രസാദം വദനത്തിങ്കലും കാരുണ്യം ദർശനത്തിലും. ആൾക്കാരോടൊക്കെ കരുണയോടെ നോക്കുകയും വേണ്ടേ. അത് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ അക്രൈസ്തവനെന്നോ നിരീശ്വരവാദിയെന്നോ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ തരംതിരിക്കരുത്. കരുണയോടെ ഇടപെടണം. കാരുണ്യം ദർശനത്തിൽ. നോട്ടത്തിലൊക്കെ ഒരു കരുണ. പിള്ളേരെ കടുവ നോക്കുമ്പോൾ നോക്കിയാൽ പിള്ളേർ ഏറ്റും. കുഞ്ഞുങ്ങളോട് വളരെ. എന്നാൽ അവരെ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം, കരുണയോടെ ഇടപെടുകയും ചെയ്യണം. പ്രസാദം വദനത്തിങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും. വാക്കുകളിൽ മധുരമയുണ്ടായിരിക്കണം. നമ്മളെ ആൾക്കാർ കേൾക്കണം. ഇത് ചിലരെ സംസാരിക്കുമോ എനക്കേട് ചെല്ലുമായിട്ട് നമ്മൾ സംസാരിച്ചേ എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് നമ്മൾ ചിലപ്പം വെട്ടിനകത്തായി എന്ന് വീഴുന്നത്. ചിലരെ റേഡിയോ ഓൺ ചെയ്തതുപോലെ നമ്മൾ പറയുന്ന ഒന്നും ശ്രദ്ധിക്കുക. അവരിങ്ങോട്ട് ചെണ്ടപ്പുറത്ത് കോലിട്ടതുപോലെ അതല്ല. മറ്റുള്ളവർ പറയുന്നതോടെ നമ്മൾ കേൾക്കണ്ടേ? കേൾക്കണം. നമ്മുടെ വാക്കിനകത്ത് മാധുര്യമുണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് പള്ളിയിൽ പോയി പ്രസംഗിച്ചപ്പോൾ, കടക്കരയിലും ബദാനിലും ഒക്കെ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ വാക്കല്ല, ലാവണ്യ വാക്കാ. എഴുന്നേറ്റ് പോകാൻ തോന്നുകയല്ല. ഇത് നമ്മൾ പ്രസംഗിക്കുമ്പം മറ്റുള്ളവർ അല്ലെ സംസാരിക്കും, മറ്റുള്ളവർ മടുത്ത് മെനക്കേടാക്കി ആകെ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നതാണ്. അത് മുഴുവൻ ഇരുന്ന് കുടിച്ചു തീർത്ത് പിന്നെ രണ്ടാമത്തെ കുപ്പിയും വെള്ളം എടുക്കാൻ പോയി അതും കുടിച്ചു തീർത്ത് 10 പേരിലല്ലേ ഞൊട്ടയും വിട്ട് പിന്നെ തിരിച്ചു വിട്ടപ്പോൾ കേൾക്കുന്നുമില്ല. മെനക്കെടുത്തരുത്.
ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്കാണെങ്കിൽ ഈ പറയുന്നതിലും കുറച്ചുകൂടെ ഇഷ്ടം കേൾക്കുന്നതാ. അതും വിശേഷിച്ച് പ്രായമുള്ളവരുമായിട്ട് സംസാരിക്കുന്നതാ എനിക്ക് കുറച്ചുകൂടെ ഇമ്പം. ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. ഇപ്പോഴും രാവിലെ 92 കഴിഞ്ഞ അമ്മയുടെ അടക്കത്തിനാണ് പോയത്. അമ്മ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞേച്ചാ പോയത് കാവാലം പാസ്റ്ററെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്യണം, പ്രസംഗിക്കുകയും ചെയ്യണമെന്ന്. ഞാൻ പിന്നെ മോർച്ചറി മുതൽ പാടാൻ തുടങ്ങി. അത് കണ്ടപ്പം വേറൊരു അമ്മ, നമ്മുടെ കുഞ്ഞപ്പിച്ചാൻ്റെ ഭാര്യ പറഞ്ഞ് ഞാൻ മരിക്കുമ്പോൾ ഇതുപോലെ പറയണം. ഞാൻ പറഞ്ഞു ആട്ടെ ഉണ്ടെങ്കിൽ വന്നേക്കാന്ന് പറഞ്ഞു. സ്തോത്രം. എനിക്ക് പ്രായമുള്ളവരെ ഇഷ്ടമാണ്. അവരിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്. അവര് പുസ്തകത്തിലെ കാര്യമല്ല, അനുഭവത്തിൽ നിന്നാണ്. ഇപ്പൊ പ്രായമുള്ളവരോട് പിള്ളേർ മിണ്ടുക പോലുമില്ല ചിലത്. അതിൻ്റെ അപാകതയായി കണ്ടുവരുന്ന മുഴുവൻ പ്രായമുള്ള അപ്പനും അമ്മയുണ്ട്, അവരെ മൈൻഡ് ചെയ്യല. കൊച്ചുങ്ങളെല്ലാം ഇപ്പം എല്ലാം എന്ത് പറഞ്ഞാലും ഗൂഗിളിൽ അടിച്ചു നോക്കിയാട്ടെ. എടാ നീ ഗൂഗിളിൽ തപ്പണ്ട. പ്രായമുള്ള അപ്പനോടും അമ്മയോടും ചോദിച്ചാൽ ഗൂഗിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. കാരണം ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തീച്ചുളെ കൂടെ പോയവരാ. ഇപ്പം എല്ലാം ഗൂഗിളാ. ഗൂഗിള് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പ്രായമുള്ളവരുമായിട്ട് ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ വാക്കുകൾ മധുരമയുള്ളതായിരിക്കണം. നിങ്ങളോടൊരാൾ സംസാരിക്കുമ്പം അയ്യോ വല എങ്ങനെയും പോയി കിട്ടിയാൽ മതി എന്ന് പറയിപ്പിക്കരുത്. നമ്മളെ വിടരുത്. അവര് ഒച്ചു തന്നെ കൊണ്ട് നിൽക്ക്, പറ എന്തോ ധൃതി, അവിടെ നിൽക്കേ ഇരിക്കേ എന്ന് പറയിപ്പിക്കണം. മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ പറയിപ്പിക്കണമെങ്കിൽ അങ്ങനെയുള്ളതേ അകത്തിന്ന് വരാവൂ. ഇത് ചെന്ന ഉടനെ കുരുക്കാ ഒപ്പിക്കുന്നത്. അറിഞ്ഞോ? ഇല്ല. എന്നാ മറ്റേ പുള്ളിക്കാരൻ അവളുമായിട്ട് ഓടി. എപ്പം? നിങ്ങൾ അറിഞ്ഞില്ല? ഞാൻ അറിഞ്ഞില്ല. അവർ ഇന്നലെ 5:30 ആയപ്പോൾ എവിടാ പോയെ? മൂന്നാറിന്. അങ്ങ് ചെന്നോ? ഇല്ല, ഇപ്പം ചിന്നക്കലാൽ വരായി. എത്ര തിട്ടമായിട്ടാ ചിലരെ സംസാരിക്കാൻ തുടങ്ങിയ മുഴുവൻ ഇങ്ങനെ പ്രശ്നങ്ങളല്ലേ പറയാനേ. ഞാൻ കഴിഞ്ഞ ദിവസം ജിന്നുവിനോട് പറഞ്ഞു, ജിന്നു വണ്ടിയെ കയറിയ ഉടനെ ഉരുള് പൊട്ടി. പ്രശ്നമേ പറ. ഞാൻ ഇന്നാലും മഴക്ക് പറഞ്ഞു. വീട്ടിലെല്ലാം വെള്ളം കയറി. പുള്ളിയുടെ വീട്ടിലല്ല, പ്രശ്നമാണ് മുഴുവൻ പ്രശ്നം. ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുവാ പോസിറ്റീവായിട്ടുള്ള കാര്യം പറയണം. പോസിറ്റീവ് ആണ്ട് തങ്കച്ചായ ദൈവം അനുഗ്രഹിക്കും. ചന്ദ്രപാസയെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. സ്തോത്രം. ബുജിവർദ്ധന ഇപ്പോഴത്തെ കെടുതിയൊക്കെ ദൈവം മാറ്റി തരും. നിന്റെ പ്രശ്നത്തിന് ദൈവം പരിഹാരം തരും. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുക. നിന്നെ ലാഭമെന്ന കർത്താവിനെ ആരാധിക്കുക. നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവ പരിഹാരം തരും. പോസിറ്റീവായിട്ട് പറയണം. നല്ല കാര്യങ്ങൾ പറയണം. ഒരു മനുഷ്യന്റെ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് അല്ലേ? നല്ല കാര്യമുണ്ട്. ഈ തിരുടര് എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കള്, അവർക്കും വിശേഷത ഒത്തിരി ഉണ്ട് അല്ലേ? അവരുടെ സാഹചര്യം കൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും അവരിലൊരു നല്ല ഗുണമുണ്ട്. സ്ഥലവും പേരും സമയവും ഇപ്പൊ പറയുന്നില്ല. പണ്ട് ഒരു പ്രഗത്ഭനായ കള്ളനെ പിടിച്ച് ജയിലിലിട്ടു. പാറാവുകാർ പോലീസുകാരുമുണ്ട്. അപ്പോൾ ഇവൻ വലിയ കുപ്രസിദ്ധനാണ്. ഒരുമാതിരിപ്പെട്ട മോഷണമല്ല അവനാണ് നടത്തുന്നത്. അവനെ പിടിച്ചകത്തിട്ട്. അപ്പം ഇവനകത്ത് കിടക്കുമ്പോൾ പാറാവ് നിൽക്കുന്ന പോലീസുകാർ 2 പേരിൽ ഒരാൾ വളരെ അതീവ ദുഃഖത്തിൽ ഇരിക്കുക.
മറ്റേ പുള്ളി ചോദിച്ചാൽ എന്താ കാര്യം? മോടെ വിവാഹമാണ്. ഒന്നുമില്ല. പിന്നെ ചില പരിതാപമെല്ലാം പുള്ളി പറഞ്ഞു. ഇത് ഈ കള്ളനകത്ത് കിടന്ന് കേട്ടു. ഇവർ തമ്മിൽ സംസാരിച്ച് തീർന്നപ്പം അവനാ എഴുന്നേറ്റ ഗ്രില്ലെ പിടിച്ചേച്ച് പറഞ്ഞു. അപ്പം പോലീസുകാരൻ പോയി കിടക്കണമെന്ന് പറഞ്ഞു. സാറ് വലിയ മനോദുഃഖത്തിലല്ല. ഇന്ന് നിനക്കെന്നാ? ഉടനെ അവൻ പറഞ്ഞ് 1 മണിക്കൂർ എന്നെ ഒന്ന് വെളിയിലോട്ട് വിട്ടാൽ മതി. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇനി വരാം, സാറിൻ്റെ പ്രശ്നം തീർക്കാം. ഒരൊറ്റ മണിക്കൂർ. എന്ത് മനോഗുണമുള്ളവനാ. പോലീസുകാരൻ പറഞ്ഞു, നിന്നെ വിടാനോ? എൻ്റെ തൊപ്പി പോവും. ഉടനെ അവൻ പറഞ്ഞു, സാറേ എന്നെ വിശ്വസിക്ക്. ഞാനകത്ത് കിടന്ന് സാറിൻ്റെ ഈ മനോദുഃഖം പറഞ്ഞല്ലോ, അത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ഹൃദയത്തിന് വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ 1 മണിക്കൂർ വെളിയിലോട്ടൊന്ന് വിട്ടാൽ മതി. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ വരും. സാറകത്തിട്ട് പൂട്ടിയേക്കണം. സാറിനൊരു കുഴപ്പം വരിക. പക്ഷെ സാറിൻ്റെ പ്രശ്നം പരിഹരിക്കാനാ. അപ്പം ഈ 2 പോലീസുകാരും പാറാവുകാർ തമ്മിൽ നോക്കിയ പാവം പറഞ്ഞ് സാറിനും എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അവരും ചിന്തിച്ച് ഏതായാലും പ്രശ്നങ്ങളല്ലേ, അവനെ വിട്ടു. 1 മണിക്കൂറിന് മുമ്പേ അവൻ വന്നു. വന്നിട്ട് സാറേ തുറക്ക്, ഞാനകത്തോട്ട് കയറട്ടെന്ന് പറഞ്ഞു. ചാക്കിനകത്ത് ഒരു സാധനം കൊടുത്തു. അതുകൊണ്ട് കൊടുത്തേച്ച് പ്രശ്നം തീർക്കാൻ പറഞ്ഞു. പിന്നത്തെ കാര്യം അവിടെ നിൽക്കട്ടെ. കള്ളനാണേലും അവൻ്റെ മനസ്സ് തന്നെ അവൻ വിശ്വസ്തനാ. നമ്മളായിരുന്നു അന്നേരം ഉണ്ടകിടും. പിന്നെ സാറിന് ഞാൻ എങ്ങനെയും രക്ഷപ്പെടാന്ന് ഓർത്ത്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നന്മയുണ്ട്. അപ്പം നാം അത് കണ്ടുപിടിക്കണം. അല്ല അതിൻ്റെ അപാകതകളും ന്യൂനതകളും പാളിച്ചകൾ മാത്രം ചകഞ്ഞ് ഇരിക്കരുത്. അവന് നല്ല ഗുണഗണങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ല വിശേഷതകളുണ്ട്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, അതിനെ അഭിനന്ദിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ്. ഇതെന്തൊരു ന്യൂനതയുണ്ട്, സഭ കൂടുമ്പോൾ അതെടുത്ത് കാണിച്ച് എല്ലാവരുടെ പ്രാർത്ഥന കഴിയുമ്പം പിന്നെ അതാ ചർച്ച. അറിഞ്ഞായിരുന്നു എന്താ? അത് പാടില്ല. നല്ല കാര്യങ്ങൾ കണ്ടുപിടിച്ച് അവരെ അഭിനന്ദിക്കണം. അങ്ങനൊന്നും ചെയ്തേ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർക്ക് നമ്മളോട് തൃപ്തി വരും. നമ്മുടെ വാക്കുകൾ കേട്ടിരിക്കണം. നമ്മുടെ സംസാരം ആൾക്കാർ ശ്രദ്ധിക്കണം. കർത്താവിനെ പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവങ്കല. പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ്. വരുന്നവർക്ക് ആർക്ക് എഴുന്നേറ്റ് പോകാനും തോന്നുന്നില്ല. ഇങ്ങനെ എൻ്റെ ചിന്തയ്ക്ക് മുട്ടുസൂചി വീണ അറിയും. അതുപോലെ ആകാംക്ഷ ഭരിതരായിട്ട് ഇങ്ങനെ ഇരിക്കുക, അവിടുത്തെ വായിൽ നിന്ന് വരുന്ന ആ തിരുമൊഴികൾ കേൾക്കാൻ. സ്തോത്രം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ ശ്രദ്ധിക്കണം, കേൾക്കണം. അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടായിരിക്കണം. വീട്ടിലുള്ളവരാന്നേലും നാട്ടിലുള്ളവരാന്നേലും സഭയിലുള്ളവരാന്നേലും ഒക്കെ കേൾക്കണം, ശ്രദ്ധിക്കണം. അത് ശീലിക്കണം നമ്മൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ചില വിവാഹത്തിനോ ശവസംസ്കാരത്തിനോ അല്ലെ പ്രത്യേക മീറ്റിങ്ങുകൾക്കൊക്കെ നിങ്ങളൊന്ന് ചെന്നേ, ചിലർ സംസാരിക്കാൻ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും അതുവരെ ബഹളമായിരിക്കും. അവരങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ കാരണം അവർക്കറിയാം, ജനത്തിനറിയാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് സംസാരിക്കുക. എന്നാൽ ചെല്ല് സംസാരിക്കുമ്പോഴോ ഒരു കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുകയല്ല. കാരണം മുഴുവൻ പോഴത്തരവാ വിളിച്ച് പറയാനാ. ഇത് കേട്ടോണ്ട് ആരിരിക്കാനാ? എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ വാക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വാക്ക് ശ്രദ്ധിച്ചിരിക്കണം.
അപ്പൻ പറയുന്ന വാക്ക് പിള്ളേര് ശ്രദ്ധിക്കണം. അങ്ങനത്തെ വാക്കേ പറയാവൂ. പിള്ളേരുമായിട്ട് ചുമ്മാ കുഞ്ഞു കളിച്ചേച്ച് പറഞ്ഞാൽ പിള്ളേർ ശ്രദ്ധിക്കുകയല്ല. ഭർത്താവ് പറയുന്ന വാക്ക് ഭാര്യ ശ്രദ്ധിക്കണം, ഭാര്യ പറയുന്ന വാക്ക് ഭർത്താവ് ശ്രദ്ധിക്കണം. അങ്ങനത്തെ പറയാവൂ. ചില ഭർത്താക്കന്മാർ പറയുന്ന വാക്ക് ഭാര്യ ശ്രദ്ധിക്കണം. ഓ, അയാൾ എപ്പോഴും പിച്ചും പെയ്യൊക്കെ പറയുന്നവനാ. ചില സ്ത്രീകൾ പറയുന്ന കാര്യം ഭർത്താവും ശ്രദ്ധിക്കല്ല, ചുമ്മാ കുരുക്കും കുന്നായ്മേ വായി നിറങ്ങുള്ളൂ. പിന്നെ അത് ശ്രദ്ധിച്ചിട്ടും വലിയ നാക്ക് വളച്ച കുരുക്ക. അമ്മായിമ്മ പറയുന്നത് മരുമകൾ ശ്രദ്ധിക്കണം. അങ്ങനത്തെ അമ്മായിമ്മയുടെ വായിന്ന് വരാവൂ. മരുമകൾ പറയുന്ന വാക്ക് അമ്മായിയമ്മ ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ മരുമകളുടെ വായിന്ന് വരാവൂ. ലാവണ്യ വാക്കായിരിക്കണം. അതെ, ഇടയ്ക്ക് കയറി ഇത്രയും പറഞ്ഞുള്ളൂ. നമ്മൾ പ്രസന്ന വദനരായിരിക്കണം. പ്രസാദം വദനത്തെങ്കിലും കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനെ പുരുഷോ. തക്ക സമയത്ത് പറയുന്ന വാക്ക് ഉറക്കെ പറ. വെള്ളിത്താലത്തിൽ ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയാം, ഈ രാഷ്ട്രീയ കോളുകളൊക്കെ വല്ല ഇങ്ങനെ നടക്കും. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മറ്റ് ആൾക്കാരും ഒക്കെ ഇങ്ങനെ കോളിലൊക്കെ നടക്കുക. അന്നേരം എല്ലാവരും ഇങ്ങനെ ലാസ്റ്റ് വാക്ക് കേൾക്കാതിരിക്കുന്ന EMS എന്തോ പറഞ്ഞു. ഇവിടെ കിടന്ന് ഇങ്ങനെ തെരുവിലും അവിടെ എല്ലാം ബഹളവും ഒച്ചപ്പാടും ബഹളവും കൊടിപിടിക്കൊക്കെ. പുള്ളി എന്തുവാ പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ ആകാംക്ഷയോടിരിക്കുക. അതുപോലെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിലെ പനമ്പള്ളി എന്തോ പറഞ്ഞു. ലാസ്റ്റ് പറയും പനമ്പള്ളി എന്തോ പറഞ്ഞു. അത് കേൾക്കാൻ ഇങ്ങനെ ആൾക്കാരിരിക്കുക. അപ്പൊ ഈ ലാവണ്യ വാക്ക്, നല്ല വാക്കുകൾ, ഖനമുള്ളത്. സ്തോത്രം. ആട്ടെ, ഇടയ്ക്ക് കയറി പറഞ്ഞെന്നേ ഉള്ളൂ. പൗലോസ് 2 കാര്യത്തിനാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, ഇവരുടെ മുഖം ഒന്ന് കാണണം. 2, തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ കുറവൊന്ന് പരിഹരിക്കണം, തീർത്തു തരണം. ഇതിനാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്.